ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദുബായിലാണ്. ദുബായ് എല്ലാവർക്കും അറിയാം, ഒട്ടനവധി പ്രവാസികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച മണ്ണാണ് ദുബായ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസികളായ നമ്മുടെ മലയാളികൾ ഈ വിദേശ രാജ്യത്തെത്തുകയും കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം തീർച്ചയായും നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഏതാണ്ട് 36 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ല എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ ചാവക്കാടിനടുത്തുള്ള മന്നലാംകുന്ന് എന്ന പ്രദേശത്ത് നിന്നും 36 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ചു. ഏതൊരു പ്രവാസിയെ പോലെ തന്നെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ടാണ് പ്രവാസ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. ശ്രീ അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസ് പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു നല്ല ഒരു ബിസിനസ്സുകാരനിലേക്ക് കൊണ്ടെത്തിച്ചു. എല്ലാവർക്കും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം, ദ റിയൽ അറബിക് ടേസ്റ്റ് എന്ന നാമകരണത്തോടു കൂടി കിസൈസിൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഷാർജയിലുണ്ട്, അതുകൂടാതെ അബുദാബിയിലുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തെക്കുറിച്ച്, അതിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം സാർ. മന്നലാം കുന്ന് എന്ന് പറയുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് താങ്കളുടെ ജന്മദേശം. ആ ഒരു ബാല്യകാലം തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകമെന്ന് പറയുന്നത് അവരുടെ ബാല്യകാലം തന്നെയാണ്. ആ ബാല്യകാലത്ത് നിന്നാവട്ടെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം. എങ്ങനെയായിരുന്നു ആ ബാല്യകാലം? ബാല്യകാലം എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്, ജീവിക്കാൻ വേണ്ടിയായിട്ടാണ് ഇവിടെ വന്നത്. വളരെ കഷ്ടപ്പാടും വീണ്ടൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. ഏത് സ്കൂളിലാണ് വിദ്യാഭ്യാസം? ഞാൻ ചാവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നു. ഉപ്പാക്ക് എന്ത് ജോലിയാണ്? അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലായിരുന്നു ജോലി. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂന്നാമത്തെ മകനാണ്. മന്നലാം കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആദ്യത്തെ പ്രവാസി എന്ന് പറയുന്ന ബാപ്പയാണ്, ആദ്യത്തെ ഗൾഫുകാരൻ. അപ്പോൾ ഒരു ഗൾഫിലേക്ക് പോകുന്ന പിതാവിന്റെ മകൻ എന്ന രീതിയിൽ അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു ആശ്ചര്യത്തോടെ കാണുക എന്നുള്ളത് ഉണ്ടായിരുന്നു. കുട്ടിക്കാലം പാപ്പ ഗൾഫിൽ നിന്ന് തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് വെക്കേഷൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു? വെക്കേഷൻ വരുമ്പോൾ നല്ല സ്വീകരണമാണ്. ആർക്കും അറിയില്ല ഗൾഫ്. അന്ന് പേർഷ്യ എന്നാ പറയാ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ഏതാണെന്നില്ല. അന്ന് മലേഷ്യ മാത്രമേ അറിയപ്പെടുള്ളൂ. സിലോണും മലേഷ്യ ഞങ്ങളുടെ സ്ഥലങ്ങളാണ് അറിയപ്പെട്ടിരുന്നത്. പേർഷ്യ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയപ്പെട്ടിരുന്നില്ല. ഒരു കാലഘട്ടം വരെ, ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടം വരെ പേർഷ്യക്കാരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ അറിയുള്ളൂ. അടുത്ത പരിസരത്തുള്ളവരൊക്കെ അങ്ങനെ പേർഷ്യക്കാരൻ്റെ അടുത്ത് തന്നെ പറയാം. നാല് ഭാഗത്തുള്ളവരൊക്കെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ പറയാം. കാരണം ആദ്യമായിട്ട് ആ ഗ്രാമത്തിൽ ഒരാളാണ് ഗൾഫിലേക്ക് പോകുന്നത് ലോഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം ദിവസങ്ങളോളം ആഹാരമില്ലാതെ നടുക്കടലിൽ വന്നിട്ടാണ് ലോഞ്ച് നിൽക്കുന്നത്. അവിടെ നിന്ന് നീന്തി അല്ലെങ്കിൽ തോണിയിൽ ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്. അപ്പോൾ ഒട്ടനവധി കഠിന പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുൻകാലത്തുള്ള നമ്മുടെ പ്രവാസി മലയാളികൾ ഈ രാജ്യത്ത് വന്നു പെട്ടിട്ടുള്ളത്. പക്ഷെ അവരുണ്ടാക്കിയെടുത്ത സത്യസന്ധതയും ആത്മാർത്ഥതയും ആണ് നമ്മൾ ഇന്ന് അതിന്റെ റിസൾട്ട് നമുക്കാണ് കിട്ടുന്നത്. എത്രത്തോളം വാപ്പ എന്ന ഒരു വ്യക്തിയെ, ഒരു ഗൾഫുകാരനിലുപരി പിതാവിലൂടെ താങ്കൾ എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു? എൻ്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചക്കും കാരണം എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിൻ്റെ ജീവിത രീതിയാണ് ഞാൻ ഉൾക്കൊണ്ടത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് മെയിനായിട്ട് ഇപ്പോൾ പിതാവ് പറയാറ്, ആരിൽ നിന്നും കാശ് കടം വാങ്ങിക്കരുത്. കാരണം കാശ് നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവനക്കും കാശിന് ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കാശ് ആരിൽ നിന്നും കടം വാങ്ങിക്കരുത്. ഇതാണ് ആദ്യം നമ്മളെ പഠിപ്പിച്ചത്. രണ്ടാമത് പറഞ്ഞൊരു വാക്ക്, വിസയുടെ ബിസിനസ് ചെയ്യരുത്, അത് പേരുദോഷം ഉണ്ടാക്കും. എത്ര കാശ് കിട്ടിയാലും വിസ കച്ചവടം ചെയ്യരുത്. ഈ രണ്ട് കാര്യമാണ് എന്നെ മെയിനായിട്ട് പഠിപ്പിച്ചത്. ഫസ്റ്റിൽ പഠിപ്പിച്ചത്. വെറുതെ കിട്ടിയാലും ആർക്കെങ്കിലും കൊടുത്ത് അന്ന് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഇവിടെ ആ കാലത്ത് വന്നിട്ട് 87 വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ വിസ പോലും എടുത്തിട്ടില്ല. എനിക്കും എൻ്റെ ബ്രദറിനും മാത്രമേ എൻ്റെ ഫാദർ വിസ എടുത്തിട്ടുള്ളൂ. ഇവിടെ ഞാൻ 36 വർഷം ഗൾഫിലുണ്ടായി. ഞാനിപ്പോൾ അബുദാബിയിൽ ഒരു ബിസിനസ് തുടങ്ങി. അത് തിരക്കുള്ള നല്ല സെറ്റപ്പിലെത്തി. അത് കഴിഞ്ഞ് ഷാർജയിൽ ഇതിപ്പോൾ 3 ആഴ്ച ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇതിനിപ്പോൾ ഒരു 9 ലക്ഷം ദിർഹംസ് ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രം ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഞാൻ വളരെ ചെറിയ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ ബാങ്ക് ലോണ്,
പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറേ കാശ് വരുത്തി അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ ബിസിനസ് വിജയിച്ചതും ഇപ്പം നിലനിൽക്കുന്നതും മൂന്ന് കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഒന്ന് കൃത്യനിഷ്ഠത, ഒന്ന് സത്യസന്ധത, ആത്മാർത്ഥത. ഈ മൂന്ന് കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 പേരെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. കാരണം നമ്മളെ ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത്, കാരണം വിദ്യാഭ്യാസം തന്നു, ഇവിടെ നിന്ന് ജീവിക്കാനുള്ള ഒരു മാർഗം നമുക്ക് കാണിച്ചു തന്നു, അതിലുപരി നമ്മളെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്നും കൂടി പഠിപ്പിച്ചു തന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് എല്ലാം പഠിക്കുന്നത്, ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത്. നല്ല കുടുംബത്തിൽ ജീവിച്ചു, നല്ല കുടുംബത്തിൽ ജനിച്ചു, അങ്ങനെ ഒരു സ്വാഭാവികമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ. എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ ഉമ്മായും ഉപ്പായും സ്വാധീനിച്ചിട്ടുണ്ട്? മാതാപിതാക്കളെ കഴിച്ച് മാത്രമേ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് മറ്റെന്തും ഉണ്ടായിട്ടുള്ളൂ. അതിൽ വിലപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അതാണ് അവർ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം എനിക്ക് സംഭവിച്ചത് അത് മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇതാക്കുന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ഏറ്റവും വലിയൊരു കാര്യമാണ് മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് പറഞ്ഞത്. കാരണം ഈ ഒരു പ്രസക്തമായ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ട് വിടുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉമ്മറത്ത് ചാരുക്കസേലിരിക്കുന്ന നമ്മുടെ കാരണവരെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അവർ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത്. മാതാപിതാക്കളുടെ അപ്പുറം വേറെ ഒന്നും ഞാൻ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന ആ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൽ നിന്ന് നമുക്ക് പഠിക്കണം. ആദ്യമായിട്ട് ഈ പ്രവാസ ജീവിതം ആരംഭിക്കുമ്പോൾ 5 വർഷം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു 5 വർഷത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ബിസിനസ്സിലേക്കില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ 13 വർഷം നിന്ന് മൊത്തം 18 വർഷം ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത്. അത് കഴിഞ്ഞാണ് ബിസിനസ്സിൽ വരുന്നത്. ബിസിനസ്സിൽ 18 വർഷം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇതിൽ ജോലി ചെയ്ത്. അതിനുശേഷം പിന്നെ ഞാൻ ബിസിനസ്സിൽ വന്ന്. ആ ജോലിയിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? കാരണം ഒരു ജോലിയിൽ നിന്ന് പഠിച്ച പാഠം ക്ഷമ. എത്ര കണ്ട് ക്ഷമിക്കാൻ പറ്റും? ആ ക്ഷമയാണ് മനുഷ്യൻ്റെ എല്ലാത്തിനും. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ക്ഷമിക്കുക. പലതും ഉണ്ടാവാം, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടാവാം, രോഗികളിൽ നിന്നുണ്ടാവാം, പല നിലക്കുള്ള ഇതുകളിൽ നിന്നുണ്ടാവാം. നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതിൽ ഗൗരവമായിട്ട് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോണ്ടി വരും. നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു എങ്കിൽ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിപ്പെടാൻ കഴിയുമായിരുന്നില്ല. 18 വർഷത്തെ ഒരു ജോലിയിൽ നിന്ന് താങ്കൾ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ്. അവിടെ നിന്നാണ് പിന്നെ ബിസിനസ്സിലേക്ക് വന്നു. ഒരു സ്വാഭാവികമായിട്ട് ഒരു 18 വർഷം ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ, അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്കാണ് താങ്കൾ പോകുന്നത്. എന്തായിരുന്നു അതിൻ്റെ പ്രധാന കാരണം? ഇവിടെ ആ കാലഘട്ടത്തിലൊക്കെ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ ഞങ്ങൾ മത്സരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല ഘട്ടത്തിലും ഫുഡ് ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് പ്രത്യേക ഇതുകൾ വരും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ച് കുറേയൊക്കെ പഠിച്ച്. അപ്പോൾ പിന്നെ ഫുഡ് നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലുണ്ടായി, ഒരു വിശ്വാസം വന്നു. അങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വരുന്നത്, എടുക്കുന്നത്. ആദ്യമായി ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് കൊണ്ടേ നേടാൻ കഴിയും. നമ്മൾ 100 വർഷം, ഇപ്പം എൻ്റെ അനുഭവം തന്നെ പറഞ്ഞാൽ 100 വർഷം നമ്മൾ ജോലി ചെയ്യുന്നതും 2 വർഷം ബിസിനസ് നല്ല ബിസിനസ് ആണെങ്കിൽ ഈ 100 വർഷം നമുക്ക് ജോലി ചെയ്ത് നേടാൻ പറ്റാത്തത് ഈ 2 വർഷം കൊണ്ട് നേടാൻ കഴിയും. ആദ്യമായിട്ട് എത്ര രൂപ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്? ആദ്യമായിട്ട് ഞാനിവിടെ 2000 ദിറംസാണ് 1979 2000 ദിറംസ് വന്നിരുന്നതായിട്ട് വരുന്നത്.
ഇവിടെ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് അബുദാബിയിലാണ്. റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറൻറ്റ് അറബിക് ഫുഡ് ആയിരുന്നു? അല്ലല്ല, മിക്സാണ്. മിക്സ് ആയിരുന്നു. മിക്സ് ആയിരുന്നു. അപ്പം അബുദാബിയിൽ എവിടെയായിരുന്നു? അബുദാബിയിൽ സാബ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അറബിക് ഏരിയയിലാണ്? അറബിക് ഏരിയയിലാണ്. അറബിക് റിസർച്ച് ഏരിയയിലാണ് ആയിരുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് നല്ലൊരു സ്പോൺസർ വേണം. പ്രത്യേകിച്ച് ഒരു ബിസിനസ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഉപ്പ പറഞ്ഞ ആരുടെയും കടം വാങ്ങരുത്. ഒരു ക്യാപിറ്റലായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവണം. പിന്നെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ചെഫ്സ് വേണം. പിന്നെ അതുകൂടാതെ നല്ല തൊഴിലാളികൾ. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മളൊരു ബിസിനസിന്റെ ബേസ് ഫൗണ്ടേഷൻ നമ്മൾ ഇടാൻ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ മുൻ പരിചയമില്ല. അപ്പോൾ എന്തായിരുന്നു താങ്കൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന കാര്യം? ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് നല്ല ജോലിക്കാരെ എടുക്കുക എന്നുള്ളതായിരുന്നു. നല്ല സത്യസന്ധത ആത്മാർത്ഥമുള്ള ആൾക്കാരെ ജോലിക്കാരെ എടുക്കുക എന്നുള്ളതായിരുന്നു. അതൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. നല്ല ജോലിക്കാരാണ് ഏതെങ്കിലും നിലക്ക് ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലിക്കാരാണ് ഇതായിട്ടുള്ളത്. ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണോ ബിസിനസ് രംഗത്തേക്ക് വന്നത്, അതോ ജോലിയിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് തുടങ്ങി? പിന്നെ അധികം താമസിക്കാതെ ബിസിനസിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്തു. അബുദാബിയിൽ കുറച്ച് നാള് ബിസിനസ് നടത്തിക്കൊണ്ട് ഇപ്പോഴും അബുദാബിയിലുണ്ട്. അതേ സ്ഥലത്തുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഷാർജയിലേക്ക് വന്നു. ഷാർജയില് മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മ ഷാർജയിലുണ്ട്. റോള പ്രദേശത്തൊക്കെ മലയാളികൾ ഒരുപാടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഷാർജയിലേക്കുള്ള? ഷാർജയിൽ നല്ല റെസ്റ്റോറൻറ്റ്. ഇത് വേറൊരാൾ ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ആ ഫുഡിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഷാർജ അൽനാദ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അൽനാദ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട ബിൽഡിങ്, അതിലാണ് അതുള്ളത്. ഇതേ പേര് തന്നെയാണ്. അതിൻ്റെ മെയിൻ ബ്രാഞ്ച് അതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മായം കലർന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ താങ്കൾക്ക് ഇങ്ങനെ ഒരു സത്യസന്ധമായ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും? ഈ ബിസിനസ് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് തുടങ്ങിയിട്ട് 3 ആഴ്ച ആയിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ദുബൈയിൽ ഞാനൊരു ബ്രാഞ്ച് തുറക്കാൻ കാരണം അവിടെ എൻ്റെ ഷാർജയിൽ നിന്ന് ദുബൈ ജബലലി എന്ന് പറഞ്ഞ സ്ഥലം വരെ ഫുഡ് പോകുന്നുണ്ട്. ജനങ്ങളുടെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ദുബൈ ഭാഗത്തുള്ള ആൾക്കാരവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റാണ് ഇവിടെ വേണമെന്നുള്ളത്. ദുബൈയിൽ ഒരു ബ്രാഞ്ച് തുറക്കണം, ദുബൈയിൽ വേണം, ദുബൈയിൽ നിങ്ങൾക്ക് തുറന്നുകൂടെ എന്നുള്ള അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ ഞാനത് ഇവിടെ തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് പിന്നെ ഒന്നത്. രണ്ടാമത് സത്യസന്ധമായിട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാൻ കഴിയില്ല. ബിസിനസ്സിൽ ഫുഡ് മാത്രമല്ല, ഒന്നും വിജയിക്കില്ല. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ സർവശക്തനായ ദൈവമാണ്. ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും, എത്ര വലിയവനാണെങ്കിലും ശരി. ആ ദൈവവിശ്വാസത്തിൽ ഊന്നിയ ഒരു ബിസിനസ്സാണത്. അല്ലെങ്കിൽ നമ്മൾ ഈ കൃത്രിമങ്ങൾ കാണിച്ച് അവർ വിജയിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ കൺട്രോളിങ് അവരുടെ കയ്യിലായിരിക്കും, ഈ കൃത്രിമക്കാരുടെ കയ്യിലായിരിക്കും. അതൊരിക്കൽ പിടിക്കപ്പെടും. അത് സത്യസന്ധമല്ലെങ്കിൽ ആ ദൈവത്താൽ തന്നെ പിടിക്കപ്പെടും, അവന് ഒന്നും അല്ലാതായിത്തീരും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ കഥകളും അതാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണാം. കാരണം എന്ന് വെച്ചാൽ ഗ്രിൽഡ് ആയിട്ടുള്ള അറബിക് ഫുഡ്, ചിക്കൻ മിക്സഡ് ഗ്രിൽ. അതുപോലെ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനും പറ്റിയ നമ്മൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ചെഫുകളൊക്കെ സെലക്ട് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സിറിയക്കാരനാണ് അതിൻ്റെ മെയിൻ അറബിക് ചെഫ്. പിന്നെ ബംഗാളി ഉണ്ട്. ബംഗാളി നല്ല ഇതാണ്. അയാളൊരു 10-20 വർഷം ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. ബംഗാളി വളരെ എക്സ്പീരിയൻസ് ഉള്ള ഇതാണ്. പിന്നെ ചൈനീസിന് നമ്മൾ ഉപയോഗിക്കുന്നത് നേപ്പാളീസിനാണ്. നേപ്പാളി നല്ല ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫുഡിനും നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് വളരെ ഇവിടെ ജ്യൂസ് സെക്ഷനും ഉണ്ട്. ജ്യൂസും പ്രത്യേകം ഒക്കെ നല്ല എക്സ്പീരിയൻസ് ജോലിക്കാരാണ് ഇവിടെ. നല്ല ഇതുള്ളതാണ്. നല്ല റിസൾട്ട് 3 ആഴ്ച ആയിട്ടുള്ളൂ. ഈ 3 ആഴ്ച കൊണ്ട് നമുക്കിവിടെ നല്ല റിസൾട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് 1979 ഒരു ജോലി എന്ന സ്വപ്നമായിട്ട് ഇവിടെ വന്നു. ഇന്ന് 2015 എത്തി നിൽക്കുമ്പോൾ 55ഓളം ആൾക്കാർക്ക്
ഒരു ജീവിതം കൊടുക്കാൻ താങ്കളെ കൊണ്ട് സാധിച്ചു. 55 പേരെ മാത്രമല്ല, 55 കുടുംബങ്ങളെയാണ് താങ്കൾ. 55 ജോലിക്കാരുണ്ട്. എൻ്റേതായ ബാധ്യതകളെല്ലാം ഞാൻ കഴിച്ച്, എല്ലാ ഇതും കഴിഞ്ഞ് നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതിലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ച് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് താമസിക്കുന്ന നല്ല വീടുണ്ടായി. വിവാഹം കഴിച്ച് ഞാൻ ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് പാടൂര് എന്നാണ്. പാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. കുട്ടികൾ 4 പേരുണ്ട്. മൂത്ത 2 പെൺകുട്ടികൾ, അവരെ കല്യാണം കഴിച്ചു കൊടുത്ത്. പിന്നെ 2 ആൺമക്കളാണ്. അതിലൊരാളിപ്പോൾ ഇവിടെ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ ഒരാൾ പഠിക്കുന്നു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സന്തോഷമായ ഒരു കുടുംബം. തീർച്ചയായും നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച് നല്ല ഇതുകളായി അധികം കൂടുതൽ വലിയ മോഹങ്ങളൊന്നുമില്ലാതെ ഞാൻ ആഗ്രഹിച്ചതിൽ 100 ഇരട്ടി എനിക്ക് ദൈവം തന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു വിജയത്തിന്റെ പ്രധാന പങ്കെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ ഒരു പിന്തുണയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായും താങ്കളുടെ കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം? കുടുംബത്തിന്റെ പിന്തുണ 100% ഞാൻ സന്തോഷവാനാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തുള്ള ആൾക്കാർക്കും ഭയങ്കര ഇതാണ്. എൻ്റെ വിജയത്തിന് കാരണം എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇത്. ഞാൻ കാര്യമായിട്ട് വലിയൊരു ഇതൊന്നും ആയില്ല. പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇതുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം വിജയിക്കാനുണ്ടായ പ്രധാന കാരണം അതാണ്. നമുക്കൊരു സത്യസന്ധത എന്ന കാര്യം പറയുമ്പോൾ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ദൈവവിശ്വാസം ഒരുപാട് കാര്യമാണ്. കാരണം വേറൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റൊരു ലോകത്ത് നമുക്ക് അതിന്റെ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് പോകാത്ത ഒരു വിശ്വാസമാണ് നമ്മുടെ മുന്നിലുണ്ടാവും. ആ വിശ്വാസം നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? ആദ്യം മുതലേ ദൈവവിശ്വാസം. ദൈവം നിശ്ചയിച്ചത് കിട്ടും, ദൈവം നിശ്ചയിച്ചത് നടക്കും. അതിന് പല അനുഭവങ്ങളും ഉണ്ട്. ദൈവം എന്താണ് നിശ്ചയിച്ചത് പ്രവൃത്തി നമ്മളത് ദൈവത്തിന് കണക്കിലെടുത്തിട്ട്, ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അല്ല ഒരിതുണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ടൊരു ശക്തി ഉണ്ട്. ആ ശക്തിയെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരാജയം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് സത്യസന്ധ ജീവിതം അതിന് ഉദാഹരണം. സത്യസന്ധമാണെങ്കിൽ പരാജയം ഉണ്ടാവില്ല, ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഓരോരുത്തരും സ്വാധീനിക്കുന്നുണ്ടാവും. അത്തരത്തിലൊരാൾ എന്ന് അബ്ദുൽ ലത്തീഫ് ഖായുടെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം സ്വന്തം മകനെ പോലെ കരുതുന്ന ഒരു റഫീഖ്, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, എൻ്റെ ഇന്നത്തെ ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം റഫീഖാണ്. റഫീഖിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും അതേപോലെയുള്ള റഫീഖിൻ്റെ കഠിനാധ്വാനമാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇത്രയും ഉയരാനുണ്ടായ കാരണം. ആരും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് മറക്കാത്ത ഒരു വ്യക്തിയായതിൻ്റെ പേരിൽ റഫീഖ് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് പെരുമാറി. കഴിഞ്ഞ വർഷമാണ് റഫീഖ് എന്നിൽ നിന്ന് മാറിപ്പോയ റഫീഖ് ഇന്ന് ഒരു 4-5 സ്ഥാപനങ്ങൾക്ക് ഉള്ള പാർട്ട്ണറാണ് ബിസിനസ്സിന്. അത് ആ നിലയിൽ അവൻ എത്തിപ്പെടാനുണ്ടായ കാരണം അവൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയാണ്. അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത. അബ്ദുൽ ലത്തീഫ് ഖായെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? എനിക്ക് ലത്തീഫ് ഖാ ഒരു ഉപ്പാൻ്റെ ഒരേ സ്ഥാനത്ത് തന്നെയാണ്. മുതലാളിയായിട്ടല്ല ഞാൻ കണ്ടിരുന്നത്. 17 വർഷം ഒരേ ജീവിതം തന്നെ ലത്തീഫ് ഖാൻ്റെ ജീവിതം. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു സാമ്പത്തികമായിട്ട് വളരെ സഹായം എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ഈ നിലയിൽ എനിക്ക് എത്താൻ പറ്റിയത് അയാളെ ഒരൊറ്റ കഴിവുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എല്ലാവരെയും സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ഒരു വലിയ കഴിവാണ്. ഇവിടുത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം, ഇവിടുത്തെ സ്വദേശികളുടെ എല്ലാവരെയും അംഗീകരിക്കാനുള്ള വലിയ മനസ്സിൻ്റെ ഉടമയാണ്. കാരണം വിദേശത്തു നിന്ന് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ നേട്ടങ്ങൾ എടുത്താലും അതിനെ അസൂയയോടെ നോക്കിക്കാണാതെ അവർക്ക് മബ്രൂക്ക് പറഞ്ഞുകൊണ്ട് പോകുന്ന സ്വദേശികളെ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണ് ഇവിടുത്തെ സ്വദേശികൾ. എത്രത്തോളം ഈ രാജ്യവും ഇവിടുത്തെ സ്വദേശികളും ഇവിടുത്തെ ഭരണകർത്താക്കന്മാരും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഭരണകർത്താക്കളെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് ഏറ്റവും ലോകത്ത് ഏത് മനുഷ്യന് എന്താപത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ആദ്യം കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഷെയ്ഖ് സായിദിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. അത്രയും നല്ല മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. എൻ്റെ ഇതിൽ കണ്ടതിൽ, ഇന്ന് ജീവിച്ച് ഇരിക്കുന്നതിലും ഇതിൽ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കി നേരിട്ട് കണ്ട മനുഷ്യത്വമുള്ള ഭരണാധികാരി, മനുഷ്യത്വമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും, സസ്യങ്ങളോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും
എല്ലാത്തിനോടും കാണിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നല്ല നല്ല മനുഷ്യൻ, നല്ല ഭരണാധികാരിയായി. ഇന്ത്യക്കാരോട് വളരെ എല്ലാവരോടും സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് നല്ല സ്നേഹമായിരുന്നു. ഷെയ്ഖ് സായിദ് മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. നമ്മൾ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അറബിയൻ ടേസ്റ്റിലേക്ക് വരാം. അറബിയൻ ടേസ്റ്റിന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞ അറിവുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് നൽകുന്ന മിക്സ്ഡ് ഗ്രിൽ അതുൾപ്പെടെ ഒരുപാട് ഫുഡിന്റെ ഇനം ഇതിൽ മൊത്തമുണ്ട്. ഇത് ഗ്രിൽഡ് 300-ൽ പരം ഐറ്റംസ് ഉണ്ട്. 300-ൽ കൂടുതൽ ഐറ്റംസ് നമ്മുടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 300-ൽ പരം വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോഴും അത് ചിക്കനിലും മട്ടനിലും ഇതെല്ലാം ഓർഡർ അനുസരിച്ച് 10-15 മിനിറ്റ് കൊണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. കൂടുതലും ഗ്രില്ലും ചാർക്കോളിലാണ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ഇത് ഉണ്ടാക്കി വെക്കുന്നതല്ല, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫുഡല്ല. ഓർഡർ അനുസരിച്ചിട്ട് 15 മിനിറ്റിനകം തയ്യാർ ചെയ്ത് കൊടുക്കുന്ന സാധനമാണ്. അതിൻ്റെ മസാലകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഓർഡർ അനുസരിച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കും. അതാണ്. അപ്പോൾ ഒറിജിനൽ ഒരു മായം ചേർക്കാത്ത ഫുഡാണ് ഇത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇന്നിപ്പോൾ ഓയിൽ, ഗീ, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊളസ്ട്രോളിൻ്റെ പേരും പറഞ്ഞിട്ട് എല്ലാവർക്കും പേടിയാണ്. അറബികൾക്കും എല്ലാം മനുഷ്യന് മൊത്തം ഇതാവുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഗ്രില്ലും ചാർക്കോളും ആകുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ നെയ്യ് തന്നെ, ഫാറ്റ് തന്നെ ഒഴിവായിക്കൊണ്ട് നല്ല ടേസ്റ്റിൽ അത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷിക്കാനും കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്ത് തോന്നുന്നു? കഴിഞ്ഞുപോയ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുന്നു, നല്ല സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. വളരെ 100% സന്തോഷമാണ്, ആഹ്ലാദമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കഷ്ടപ്പാടുകൾ സഹിച്ച് എൻ്റെ പേരിൽ ഇന്ന് ഈ നിലവാരത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞ് എന്തായാലും ഇല്ലെങ്കിലും തൽക്കാലം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്തിപ്പെട്ട് ആ ഒരു തോന്നലേ ഉള്ളൂ. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലില്ല. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. ഈ യാത്രയിൽ എപ്പോഴും ദുഃഖങ്ങളുണ്ടാവാം, സന്തോഷങ്ങളുണ്ടാവാം. അത് പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു വലിയൊരു യാത്ര, താങ്കളുടെ ജീവിതത്തിൻ്റെ ഈ വലിയൊരു യാത്ര സഫലമാണോ? സഫലമാണ്. ആണോ? ദൈവാനുഗ്രഹത്താൽ സഫലം. ഇനിയുള്ള ആഗ്രഹം എന്താണ്? പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഞാനിനി അങ്ങനെ ഒരു പറഞ്ഞല്ല, ഞാൻ കൂടുതൽ അത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഓരോന്നും എന്നെ തേടി വരികയാണ്. തേടി വരുന്നതും എല്ലാം ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. 2 കൈ നീട്ടി സ്വീകരിക്കും. പലതും എന്നെ തേടി വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 2 പെൺകുട്ടികളെ 2 കല്യാണം കഴിച്ചു കൊടുത്ത്. പിന്നെ ഇനിയിപ്പോൾ ദൈവം അനുഗ്രഹിക്കുകയാണ്. സമ്പത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ എൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ചാലും കൂടുതൽ നേട്ടങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു 100 ഇരട്ടി എനിക്ക് ഇതുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലക്കൊക്കെ നല്ല രീതിയിൽ തർക്കമില്ലാത്ത രീതിയിൽ ഒക്കെ അങ്ങനെ ഇതായിട്ട് പോകാനൊക്കെ കഴിയും. പിന്നെ മക്കളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മക്കൾക്ക് അവരുടേതായ എൻ്റെ മക്കളല്ലേ, അവർ അതേ രീതിയിൽ തന്നെ ജീവിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. എൻ്റെ 2 ആൺകുട്ടികളാണുള്ളത്. അവർ എന്നെപ്പോലെ തന്നെ ഒരു നല്ല രീതിയിൽ നല്ലൊരു കാഴ്ചപ്പാടിലും ഒരു മുന്നോട്ട് ഇങ്ങോട്ട് ഒരു ക്ഷമയോട് കൂടിയിട്ടും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എത്രത്തോളം ബഹുമാനിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ, അതിന്റെ ഫലം നമ്മുടെ മക്കളിലൂടെ നമുക്ക് കിട്ടും. അത് തിരിച്ചാണെങ്കിൽ തിരിച്ചാണെങ്കിൽ കിട്ടും. ആ ഒരു വിശ്വാസം. പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടമ. നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നത് നമ്മുടെ കടമ. അത് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് നമ്മളെ കടമ. നമ്മൾ ചെയ്യുന്നത് മക്കളിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളത് ഒന്നും ഇതാക്കാതിരിക്കുക. കാരണം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ച് ജീവിച്ചാൽ റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല, ദുഃഖം ഉണ്ടാവില്ല. റിട്ടേൺ തരുന്നതെങ്കിൽ ഇപ്പം മക്കൾ നമ്മളെ തിരിച്ച് നോക്കുകയാണെങ്കിൽ അത് അവരുടെ കടമയാണ്. അവർ നിർവഹിക്കണമെങ്കിൽ നിർവഹിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. ഈ കാഴ്ചപ്പാട് പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നിലും പ്രതീക്ഷിക്കാതിരിക്കുക. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ വളരെ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു താങ്കളുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ കിട്ടിയത്. ഇതൊരു വലിയ പാഠം തന്നെയാണ് നൽകിയത്. തിരക്കേറിയ ഈ സമയത്തും ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതിൽ ഒരുപാട് നന്ദി. നിങ്ങൾ എന്നെ സമീപിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അതിന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.